വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ വേനലവധിക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കാവോ അത്രത്തോളം സന്തോഷം കൊടുക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് ഈ വീട്ടിലേക്കുള്ള യാത്ര പുറപ്പെട്ടത്. അവിടെ ചെന്ന ഉടനെ തന്നെ അവർ കളിയായി ചിരിയായി അവരുടേതായ ലോകത്താണ്. കൂട്ടത്തിൽ റിഷാനും കയാലും കൂടി ആയപ്പോൾ പറയുകയും വേണ്ട. സൈക്കിൾ ഔട്ട് അറിയാത്ത എൻ്റെ മോളെ സൈക്കിൾ ഔട്ട് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുടുംബക്ഷേത്രത്തിലൊന്ന് പോയായിരുന്നു. ഒത്തിരി വർഷമായി അവിടേക്കൊന്ന് പോയിട്ട് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇത്രയും ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോയത്. ഈ ഒരു യാത്രയയപ്പ്, ഈ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നമ്മളെ യാത്രയയക്കാൻ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ഈ ഒരു യാത്രയയപ്പ് കണ്ടുകൊണ്ട് നമ്മൾ പോകുമ്പോൾ അടുത്തൊരു തിരിച്ചുവരവ് വരെ ഇതൊരു മനസ്സിൽ വിങ്ങലായിട്ട് ഇങ്ങനെ കിടക്കും. അമ്മച്ചി പോയ പിന്നെ ആ സ്ഥാനത്ത് എപ്പോഴും നിൽക്കാറ് അഞ്ചുമാണ്. ഇനി ഇവിടെ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ അടുത്ത നാട്ടിലെത്തി വേറെ തിരക്കുകളായി. ഇനി ഒരു തിരിച്ചുവരവിന് വേണ്ടി ഒരു കാത്തിരിപ്പാണ്. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കൊടുത്ത ഏറ്റവും നല്ലൊരു സമ്മാനമായിരുന്നു ഈ അവധിക്കാലം. അവളുടെ ഫ്രണ്ട്സിനെയും കസിൻസിനെയും വിട്ടിട്ട് പോകുന്നതിൻ്റെ സങ്കടം നല്ല പോലെ ഉണ്ടായിരുന്നു അവൾക്ക്.